Hey everyone, welcome back to our channel. Hey, it's a YouTube video, vlog. YouTube? Yes, Oman part 2 ഒന്നും വന്നിട്ടില്ല. എന്നാലും ഇത് അത് കുറച്ച് ഉപ്പെല്ലാം പിടിച്ചിട്ടാവുമ്പോ വ്ളോഗ് അപ്ലോഡ് ആക്കുന്നതായിരിക്കും. ഓക്കെ, ബട്ട് ക്യാപ്റ്റൻ വിളിക്കുന്നുണ്ട്. ഇതെത്തി 5 മിനിറ്റ്. ഇതാ 2 സിഗ്നൽ ഇപ്പുറത്തുണ്ട്, റൗണ്ട് ബോട്ടിന്റെ ഇപ്പുറത്ത്. എത്തി മുത്ത. ടോസ് കിട്ടിയാ? ടോസ് കിട്ടി. ബാറ്റിംഗ് നോക്കല്ല, ബാറ്റിംഗ് അടിച്ച് താർക്കും നമുക്ക്. അപ്പോൾ this vlog is about a day in my life as a cricketer's wife. It's not a day in my life, how my Saturday goes every weekend. Usually Saturday എപ്പോഴും ഉണ്ടെന്ന് മാച്ച് തുടങ്ങുന്നുണ്ട്. പൂർ പറയുന്നുണ്ടാവും ഞാൻ എല്ലാം 9 o'clock ഞാൻ എപ്പോഴും ഉണ്ടെന്ന് 9:30 ആകുമ്പോൾ തുടങ്ങും. എന്നിട്ട് നെക്സ്റ്റ് സൺഡേ 2:30 ആവുന്ന വരെ മാച്ച് ഉണ്ടായിരുന്നു, 2:30-3 വരെ. പക്ഷെ ഞങ്ങൾക്ക് വില്ലയില് നിൽക്കാൻ പേടിയാന്നായിട്ട് ഞാൻ എന്താക്കൂ, കാറിൽ ഉറങ്ങാന്ന് പറഞ്ഞിട്ട് വരുത്ത്. പക്ഷെ ഇന്ന് എന്താക്കുന്നത്, ഇന്ന് 5:30 ഉണ്ട് മാച്ച്. ഇപ്പൊ 6 ആയിട്ട് ഞങ്ങൾ എത്തിയിട്ടില്ല, 6:15 ആയി. ആസ് യൂഷ്വൽ കൂർഗ് വാരിയേഴ്സിന്റെ മാച്ച് ഒരു 5:15 പറഞ്ഞാൽ 6:15-6:30 ആകുമ്പോ തുടങ്ങുന്നത് അല്ലേ ജാനു? അപ്പോ ഇപ്പൊ ഞങ്ങക്ക് കുറച്ച് ഇന്റർവ്യൂ ആക്കാനുണ്ട്. സ്റ്റോപ്പ് ബൈറ്റിംഗ് യുവർ നെയിൽസ്. നിങ്ങൾക്ക് എന്താ പേടിയാന്നുണ്ടാ ഇന്ന് ജയിക്കൂലെന്ന്? ജയിച്ചിരിക്കും. അപ്പൊ എത്ര കളി ജാനു ഈ ഇതില്? ടോട്ടൽ 7 ഗെയിംസ്. മാച്ചില് എത്ര ജയിച്ചു? ഇപ്പൊ ഞാൻ ടോപ്പ് കളി നമ്മൾ ബോയ്സ് ഉള്ള അത്ര എഫേർട്ട് ഇട്ട് കളിച്ചിട്ട് ഒരു മാച്ച് ജയിച്ചു. ഒരു മാച്ച് അന്ന് ജയിച്ചപ്പോ ഞങ്ങൾക്ക് എത്ര സന്തോഷമായി അറിയോ? യെസ്, ഓഫ് കോഴ്സ്. ജയിച്ചാ സന്തോഷിക്കണം, തോറ്റാ ബേജാറാക്കാൻ പാടില്ല, അടുത്തതിൽ ട്രൈ ചെയ്യണം. അതാ നമ്മളെ ആശാന്മാരെല്ലാം പോകുന്നുണ്ട്, തലതൊട്ടപ്പനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ നമ്മളും ബിസിമിയോ ഗ്രൗണ്ട് എത്തി. ഇന്ന് ജയിക്കോ അംബാനെ? ആടെ നിന്നിട്ട് നീ കറക്റ്റ് കളിയെല്ലാം നോക്കണം, എന്നിട്ട് അനലൈസ് ആക്കണം. ആരെല്ലാം കളിച്ചിന്, ആരെല്ലാം കളിച്ചിട്ടില്ല എന്നല്ല. ഇന്ന് നമ്മളെ പറങ്കോടനില്ല, ആര് പറയും? ദിൽഷാദ്. പറങ്കോടൻ ദിൽഷാദ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ഗ്രൗണ്ട് ഈസ് ഓൾറെഡി ഓക്യുപ്പൈഡ്. പിന്നെ നമ്മുടെ ഗ്രൗണ്ടിലേക്ക് ഇതാ നിമിഷങ്ങളൊക്കെ നമ്മൾ എത്താൻ പോവുകയാണ്. അപ്പോൾ come on guys, cheer up. എനിക്കറിയില്ല ഗായ്സ് ഇന്ന് ജയിക്കോ ഇല്ലയോന്ന്. മ്ലാനമായ ഗ്രൗണ്ട്. അപ്പോൾ നമ്മളെ കളി നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അജ്മാൻ റോയൽസിലേക്ക് വന്നു കഴിഞ്ഞെങ്കിൽ എല്ലാ വീക്കിലും കളി ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും നല്ല അടിപൊളി കളിയൊക്കെ, നല്ല അടിപൊളി അല്ലെങ്കിലും മറ്റുള്ള ടീമിന്റെ കളിയൊക്കെ അടിപൊളിയായിരിക്കും. നമ്മളെ ടീം ഇതൊന്നുമല്ല കേട്ടോ, വിന്നിംഗ് റേഷ്യയിലുള്ള ടീമാണ്. ഈ വർഷം എന്തോ നമ്മളെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് എന്നൊക്കെ പറയൂലേ, പെട്ടെന്ന് വിക്കറ്റ് പോകും. നത്തിങ് ഒന്നുമല്ല. ഇന്ന് നമ്മളെ ചാമ്പ്യൻ എന്താ പറയാ, തലതൊട്ടപ്പന്മാരെ ചാമ്പ്യന്മാരൊക്കെ ഇന്ന് കളിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നോ പ്രോബ്ലം. You want to tell the names? ആരാ ചാമ്പ്യന്മാരെന്ന്? അത് എന്തിനു വെറുതെ നമ്മളെ റോപ്പ് ന്യൂസ് ചെയ്യാനല്ലെങ്കിൽ വെറുതെ പറയുന്നത്. ഗുഡ് പ്ലേയേഴ്സ്. നമ്മളിന്ന് ജയിച്ചിരിക്കും, അത്രേ പറയാനുള്ളൂ. ഓക്കെ, ഏത് ഗ്രൗണ്ട്? ഗ്രൗണ്ട് 2 ഇതിന്റെ മുമ്പിൽ നിർത്തും. ഞാന് ആടെ പോയിട്ടൊന്നും നോക്കില്ല, എന്തായാലും അറിയാം ഇവർ തോക്കുന്നു. അതിന് ഞാൻ നോക്കുന്ന മാച്ച് ഞാൻ നോക്കുന്നതാണ് ഇതിൽ സ്കോർ ബോർഡിന്, സ്ക്രീനിൽ. മാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ബാറ്റിംഗ്, ടോസ് ജയിച്ച് അങ്ങനെ ബാറ്റിംഗ്. കളിക്കുന്നുള്ള ഇപ്പോ അത് നമ്മളെ മാംഗ്ലൂരിന്റെ താരമാണ്. കേൾക്കൂല, മൈക്കില്ല. മാംഗ്ലൂരിന്റെ താരമാണ്, കുറച്ചും കൂടി വെച്ചു. നമ്മളെ മാംഗ്ലൂരിന്റെ താരമാണ് മുനാസും. പിന്നെ പാകിസ്ഥാന്റെ മിന്നുന്ന താരം അസാദ്. മറ്റേ ഫ്ലാഗിലുള്ള താരം. അതെ, മിന്നുന്ന താരമാണ് അസാദും മുനാസും. രണ്ടാളാണ് ഓപ്പണിംഗ് പോയേക്കുന്നത്. 33 റൺസ് തേർഡ് ഓവർ.
അപ്പൊ നിങ്ങളെല്ലാം എന്ത് ഡ്രൈനെ പോലെ ഒന്നും ഒരു ചിയറാക്കാണ്ട്? അല്ല, എന്നാലും ചിയറാക്കണ്ടേ? നിങ്ങളെ ടീം പാങ്ങടെ കളിക്കുന്നത്. പിന്നെ വൈസ് ക്യാപ്റ്റൻ ഏടെ എന്തെന്ത് മിസ്റ്റേക്ക് ആക്കുന്നുണ്ട്, ഓവറിൽ ഏത് ഓവറിൽ ആരെന്ത് യൂസ് ആക്കി ബാറ്റിംഗ് ഓർഡർ എല്ലാം കറക്റ്റ് ആയിട്ട് എന്നിട്ട് ഓപ്പോസിറ്റ് ഗ്രൂപ്പിലേക്ക് അങ്ക് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ നിങ്ങൾ എന്ത് ചിയറാക്കാത്ത? ഓറെ എത്ര പാങ്ങടെ കളിക്കുന്നുണ്ട്? യാറല്ല ആടെ. അതല്ലേ ഈ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ഒന്നും പറയുന്നില്ലല്ലോ. എന്താ ടീം കോച്ച് ടീം മാനേജർ എന്തോ പറയുന്നുണ്ട്, കംപ്ലൈന്റ്. അപ്പോ മാംഗ്ലൂരിന്റെ താരം ഔട്ടായിട്ടുണ്ട്. പക്ഷെ വെൽ പ്ലേഡ്. Next man is ABD. ABD is going to the മുനാസ് ഔട്ടായത് ഓരോരാളായിട്ട്. ഫസദും ഔട്ടായി. ബസിയ പയ്യ പോകുന്നുണ്ട്. ഒരു സ്കോർ നല്ല ഡൗൺ ആയി. 8 ഓവറിന് 3 റണ്ണും 4 വിക്കറ്റ്. കാണുന്നില്ല ലാസ്റ്റ്. അതെ, അവിടെ 6 കാണുന്നുണ്ടല്ലോ. അത് ജാനുന്നിട്ട് ഔട്ടായി ജാനു. It's okay. It happens, baby. It happens. ഒന്നും പറയണ്ട ജാക്സനെ പറ്റിട്ട്. നേരത്തെ മുനാസിനെ പറ്റിട്ട് പറഞ്ഞുമ്പോഴാണ് ഓൻ്റെ ഔട്ടായ. ഓക്കെ, ഓൻ ഔട്ടായി. അപ്പൊ ഒരു ടാർഗറ്റ് 123. ഈസിയിൽ അവർക്ക് ജയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. 3 minutes 20 seconds ഉണ്ട്. ഒരു ബൗളിംഗ് തുടങ്ങാനും ഫീൽഡിങ് പങ്കെടുക്കിയാൽ ഗുഡ്. ഇപ്പൊ ഈ ഒരു ഫീൽഡിങ് തുടങ്ങി നോക്കാം എന്താവും.
മുന്നൊരു വിക്കറ്റെടുത്ത് ജാനു എന്നൊരു വിക്കറ്റ് എടുത്ത് ആ വിക്കറ്റ് എടുത്തതൊന്നും കിട്ടിയില്ല. ഫസ്റ്റ് എടുത്തത് LB, ഇതും LB. നമ്മൾ തോക്കാനുള്ള ഫുൾ ചാൻസസ് ഉണ്ട് ഗൈസ്. 12 റൺസ് ഫോർ 30 ബോൾസ്. 5 ഓവർ ബാക്കിയുണ്ട്. 12 റൺസ്. കിടക്കേണ്ടതേ ഉള്ളൂ. ഒരു വിക്കറ്റ് എടുത്താൽ അത് പിന്നെ ഓക്കെ. और जयचे but our boys well played. Coorg Warriors well played in a little dinner after match. എന്ത് തോന്നുന്നു? മോൻ ഒന്നേക്കുന്നോ തോറ്റു തുന്നമ്പാടി. ബട്ട് ഞങ്ങൾക്കില്ല ഇന്ന് തോറ്റെങ്കിൽ ഒരു തൃപ്തി ഉണ്ട് സാധനം. നിങ്ങൾ നല്ല ഇതാക്കിയാണ്, ചേസ് ആക്കിയാണ്. ചേസ് അല്ല എന്ത് പറയുന്നത്, ഫീൽഡ് ആക്കിയാണ്. ഡിഫൻസ് സ്പാങ് ഉണ്ടായി. യോർ കുറച്ച് സ്കോർ ആക്കിയെങ്കിൽ 123 സ്കോർ ആക്കിയെങ്കിൽ നിങ്ങൾ 18th ഓവർ വരെ കൊണ്ടുവന്നത് അല്ലേ? ഓക്കെ, സോ ഐ ലൈക്ക് ടുഡേ സ്പിരിറ്റ് ഓഫ് കൂർഗ് വാരിയേഴ്സ്. ആക്ച്വലി ഇന്ന് പാങ്ങുണ്ടായി. ഓക്കെ ജാനു, 3 വിക്കറ്റ് എടുത്ത് ഒരു 6 അടിച്ചതിൻ്റെ ഒന്നും വീഡിയോ ഞങ്ങൾക്ക് കിട്ടൂല. അതേ സിമിലർലി വിക്കറ്റ് എടുത്ത വീഡിയോസും കിട്ടിയിട്ടുണ്ടാവില്ല. എന്നാലും വെൽ പ്ലേഡ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഫുഡെല്ലാം കഴിച്ച് ഫുഡെല്ലാവരും കൂടിയിട്ട് തിന്നിട്ട് ബാക്ക് ടു ഹോം. ഇറ്റ്സ് ഓൾറെഡി 12:50. ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ട്, നിങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ല. അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്. Bye.